Good morning to you all. Today we are doing an essay for critical response, that is impact of nationalism in Indian English poetry. The impact or influence of nationalism in Indian English poetry or Indian Renaissance. Indian Renaissance. The effects of English education in India were many and far-reaching. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു, ദൂരെ വ്യാപകവുമായിരുന്നു. ഇംഗ്ലീഷ് കെയിം ടു ബി യൂസ്ഡ് ആസ് എ കോമൺ ലാംഗ്വേജ് ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ് ആൻഡ് ഐഡിയാസ്. കാഴ്ചപ്പാടുകളും ആശയങ്ങളും വിനിമയം ചെയ്യുന്നതിന് പൊതുവായിട്ട് ഇന്ത്യയിലെ എല്ലാ ആളുകളും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലെ ആളുകളും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജായി തീർന്നു ഇംഗ്ലീഷ്. ഇറ്റ് ബിക്കെയിം എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ ഓഫ് നാഷണൽ കോൺഗ്രസ് ആൻഡ് കോൺഫറൻസസ്. ഇറ്റ് വാസ് ഓൾസോ എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഓൾസോ ഇൻ കോൺഫറൻസസ്. സമ്മേളനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറ്റ് വേദികളിലും ഇംഗ്ലീഷായിരുന്നു ഒരു മാറ്റം. ഇറ്റ് ഹെൽപ്പ് to bring about a socio-religious awakening. We can say that the English education helped to bring about a socio-religious awakening. It led to the modernization of life in India, and also Indian education and also English education in India led to the modernization of life in India. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ആധുനികവൽക്കരണം, ഒരു യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ ഒരു സ്വാധീനം അത് സംഭവിച്ചു. ഇത് ലെഡ് ടു ദി മോഡേണൈസേഷൻ ഓഫ് ലൈഫ് ഇൻ ഇന്ത്യ. നോളജ് ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ബ്രോക്ക് ഡൗൺ ആൻ ഏജ് ലോങ് ബാരിയർ ബിറ്റ്വീൻ ദി കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് യൂറോപ്പ്. ഭാരതീയ സംസ്കാരം, ആർഷഭാരത സംസ്കാരം, നമ്മുടെ ഭാരതീയ പൈതൃകം, ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ മണ്ണിൽ വിളഞ്ഞ സംസ്കാരം, ഇത് ഒറ്റപ്പെട്ടതാണ്, ഐസൊലേറ്റഡ് ആണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അതിർ വരുമ്പോൾ യൂറോപ്യൻ സംസ്കാരവും അതുപോലെ നമ്മുടെ ആർഷഭാരത സംസ്കാരവും തമ്മിലൊരു അതിർവരമ്പ് ഭേദിക്കാൻ ഇംഗ്ലീഷിലുള്ള വിജ്ഞാനം കഴിവുള്ളതാക്കി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എക്സാജറേഷൻ, ഇറ്റ് ഈസ് നോട്ട് an exaggeration. Knowledge of English language broke down, smashed, quashed an age-long barrier between the cultures of India and Europe. This helped the educated Indian to imbibe the strong contents of the world culture. So this breaking down of the barrier between our culture and European culture helped the educated Indian. It helped the educated Indian to imbibe or to assimilate the strong contents of world culture. ലോക സംസ്കാരത്തിൻ്റെ ശക്തമായ കണ്ടൻസ് ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ വിദ്യാസമ്പന്നനായ വ്യക്തി ഇത് സഹായിച്ചു. He was able to overcome the isolationist conception of Indian culture. അതുവരെ നമ്മുടെ സംസ്കാരം ഐസൊലേഷനിസ്റ്റ് ആണ്, ഇറ്റ് ഈസ് ആൻ ഐസൊലേറ്റഡ് കൾച്ചർ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആൻഡ് യു നോ ദിസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് ഏബിൾ ടു ഓവർകം, ഇറ്റ് ഹെൽപ്ഡ് ടു ഓവർകം ദി ഐസൊലേഷനിസ്റ്റ് conception of Indian culture and view Indian national development as a part of world development. And also the educated Indians were able to view, educated Indians were able to view Indian national development, the national development in India as a part of world development. വേൾഡ് ഡെവലപ്മെൻ്റ് ഭാഗമായി ഇന്ത്യയിലെ വികസനത്തെയും കാണാൻ നമ്മുടെ ഇന്ത്യക്കാരനെ കഴിവുള്ളതാക്കി തീർത്തത് ദി നോളജ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. എക്സസ് ഓർ നിയർനെസ് ഓർ ക്ലോസ്നെസ് ടു മോഡേൺ യൂറോപ്യൻ ലിറ്ററേച്ചർ, തോട്ട് and science made the
educated Indian familiar with the profound thinkers, the deep thinkers and great scientists of the West. അപ്പോൾ യൂറോപ്യൻ ലിറ്ററേച്ചറും തോട്ടും സയൻസും ഇംഗ്ലീഷ് പഠനത്തോടുകൂടി ഇന്ത്യക്കാരന് സാധ്യമായി. അപ്പം അങ്ങനെ പാശ്ചാത്യ ദേശത്തെ ചിന്തകരെയും തത്വജ്ഞാനികളെയും അതുപോലെ സയൻറ്റിസ്റ്റുകളെയും പരിചയപ്പെടാൻ, മനസ്സിലാക്കാൻ ഇന്ത്യക്കാർക്ക് സാധിച്ചു എന്നുള്ളതൊരു നേട്ടം. ദി എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ ഫെമിലിയർ വിത്ത് ലോക്ക്, ആഡം സ്മിത്ത്, ഗോഡ്വിൻ, ജോൺ സ്റ്റുവർട്ട് മിൽ, J.S. മിൽ, കാർലൈൽ, റസ്കിൻ, സ്പെൻസർ, ഡാർവിൻ, etc. All of them you know very well. Locke, Adam Smith, the economist Adam Smith, Godwin, J.S. Mill, Carlyle, Ruskin, Spencer, Darwin, etc. Through English translations, the educated Indians could study the philosophical systems from Democritus down to Karl Marx, the father of scientific communism, Marxism. Karl Marx, Democritus, പ്രാചീന ഗ്രീസിലെ ഫിലോസഫറായ ഡെമോക്രിറ്റസിൻ്റെ തത്വങ്ങൾ മുതൽ കോൾ മാർക്സിൻ്റെ മാർക്സിസം വരെ പഠിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു നേട്ടം. Not only they did gain access to the immense wealth of the English literature. ഇംഗ്ലീഷ് സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാഗരം പോലെയാണ്, നോക്കത്താ ദൂരത്തേക്ക് കിടക്കുന്ന ഒരു സാഗരം പോലെയാണ്, അങ്ങ് ചക്രവാള സീമ വരെ കിടക്കുന്ന ഒരു സാഗരം പോലെയാണ്. അത് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതിലൂടെ ആക്സസ് കിട്ടിയെന്ന് മാത്രമല്ല ഇന്ത്യക്കാർക്കുണ്ടായ നേട്ടം. നോട്ട് ഓൺലി ഡിഡ് ദേ ഗെയിൻ ആക്സസ് ടു ദി ഇമ്മൻസ് വെൽത്ത് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, but the knowledge of English led them to the study of European literatures and helped them to study the works of literary artists such as Chekhov, Dostoevsky, Turgenev, Emile Zola, Balzac and Flaubert. See, not only did the educated Indians gain access to the immense wealth of the English literature, ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ആ അതുല്യമായ സമ്പത്ത് നേടാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, but the knowledge of English led them to study European literatures and helped them to study the works of literary artists such as Chekhov, Anton Chekhov, റഷ്യൻ സാഹിത്യകാരന്മാരായ ആന്റൺ ചെക്കോ, ദോസ്തോയെവ്സ്കി, ടർഗനീവ്, ദെൻ മറ്റ് യൂറോപ്യൻ സാഹിത്യകാരന്മാരായ എമിലി സോള, ബാൽസാക്ക് ആൻഡ് ഫ്ലോബർ. ഇവരുടെ എല്ലാം കൃതികൾ വായിക്കുവാനും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇന്ത്യക്കാർക്ക് സാധിച്ചു. Another healthy aspect of learning English was it gave India a common language for political thinking. മറ്റൊരു നേട്ടം, ഒരു നാഷണലിസത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഇംഗ്ലീഷ് അങ്ങനെ സഹായിച്ചു എന്നുള്ളത്. Another healthy element of learning English was that it gave India a common language for political thinking. ഒരു രാഷ്ട്രീയമായ ചിന്താഗതി ഇന്ത്യയിൽ ഉടലെടുക്കാൻ വേണ്ടി ഒരു പൊതുവായ ഒരു ലാംഗ്വേജ്, ഒരു ലിംഗ്വ ഫ്രാങ്കയായി പ്രവർത്തിക്കാൻ ഇംഗ്ലീഷിന് സാധിച്ചു എന്നുള്ളത് ഇതിൻ്റെ ആരോഗ്യകരമായ ഒരു വശം, ഹെൽത്തി ആസ്പെക്റ്റ്. Another healthy aspect of learning English was that it gave India a common language for political thinking. Without this, India would not have emerged so quickly as a nation. ഈ ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലായിരുന്നുവെങ്കിൽ, without this English language, India would not have emerged so quickly, so early as a nation. ഇന്ത്യ ഒരു രാഷ്ട്രമായി, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു രാഷ്ട്രമായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ, എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ സഹായിക്കുന്ന രീതിയിലൊരു നേഷനായി മാറാൻ കഴിയില്ലായിരുന്നു. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ taught Indians what it was to be a nation. എന്താണ് ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചത് വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ taught Indians what it was to be a nation, and the newspapers inspired by the Western thought.
The newspapers in India, inspired by the Western thought, began to voice common needs. The newspapers began to voice or raise their voices for common needs. ഇന്ത്യക്കാരുടെ പൊതുവായ ആവശ്യങ്ങൾ, കോമൺ പ്രോബ്ലംസ്, പൊതുവായ പ്രശ്നങ്ങൾ, ആൻഡ് കോമൺ ഡിസൈഡ്സ്, പൊതുവായ അഭിലാഷങ്ങൾ, പൊതുവായ അഭിവാഞ്ചകൾ, ഇതെല്ലാം വോയിസ് ചെയ്യാൻ ഇന്ത്യൻ പത്രങ്ങൾക്ക് സാധിച്ചത് ഈ വെസ്റ്റേൺ തോട്ടിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. ദ ഇമ്പാക്ട് ഓഫ് ദി വെസ്റ്റ്, ദ ഗ്രേറ്റ് ഡീപ്പ് ഇൻഫ്ലുവൻസ് ഓഫ് ദി വെസ്റ്റ്, ദി ഇമ്പാക്ട് ഓഫ് ദി വെസ്റ്റ് ബ്രോട്ട് അബൌട്ട് changes in the cultural and social life of India. We can say that undoubtedly, without the least doubt, we can say that the impact of the West brought about changes in the cultural and social life in India. ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഒരുപാട് വിപ്ലവം, ഒരുപാട് മാറ്റം കൊണ്ടുവന്നു, ഒരുപാട് പരിവർത്തനങ്ങൾ കൊണ്ടുവന്നു. The scientific truths which they had learned, the Indians had learned, compelled them to strive hard to modify the structure of traditional knowledge. ഇന്ത്യക്കാരുടെ ട്രഡീഷണൽ നോളജിൻ്റെ സ്ട്രക്ചറിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ ഈ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ, പാശ്ചാത്യ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ കമ്പൽ ചെയ്തു ദി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. So it is of course true that the scientific truths which they had learned compelled the Indians to strive hard to modify the structure of traditional knowledge and traditional beliefs and social customs. പരമ്പരാഗതമായ വിജ്ഞാനത്തെ മാത്രമല്ല, പരമ്പരാഗതമായുള്ള വിശ്വാസ പ്രമാണങ്ങളെയും അതുപോലെ സാമൂഹ്യ ആചാരങ്ങളെയും ഒന്ന് മോഡിഫൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത്, മാറ്റുവാൻ ചട്ടങ്ങളെ ഉത്ഘോഷിച്ചത് ഈ ശാസ്ത്രീയ സത്യങ്ങൾ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ മൂലം ഇന്ത്യക്കാർ മനസ്സിലാക്കിയ ശാസ്ത്രീയ തത്വങ്ങളാണ്, ശാസ്ത്രീയ സത്യങ്ങളാണ്. അതിനുവേണ്ടി ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചത്. ഹിന്ദുയിസം ജനറലി സ്പീക്കിംഗ് വാസ് ദി റിലിജിയൻ ഓഫ് ഇന്ത്യ. അന്നത്തെ കാലത്ത് ഹിന്ദുയിസം ജനറലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ദി റിലിജിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ a bundle of contradictory faiths. At that time, Hinduism was a bundle of contradictory faiths and beliefs. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് വിശ്വാസങ്ങളുടെയും ഫെയ്ത്തിൻ്റെയും ഒരു ബണ്ടിലായിരുന്നു, ഒരു കെട്ടായിരുന്നു ഹിന്ദുയിസം അക്കാലത്ത്. ഇറ്റ് ഹാഡ് പെർമിറ്റഡ് എ നമ്പർ ഓഫ് ഹിന്ദുയിസം ഇൻ ദോസ് ടൈംസ്, ഇൻ ദി ടൈംസ് ഓഫ് the development of English in India, it had permitted a number of socially harmful customs. അതായത് സാമൂഹ്യമായി വളരെ ഉപദ്രവം ചെയ്യുന്ന ആചാരമര്യാദകൾ, അതിനെ ധാരാളം അനുവദിച്ചു. സതി പോലുള്ള സമ്പ്രദായങ്ങൾ, വിധവകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ, ഇതെല്ലാം ഒരു മാറ്റമുണ്ടായത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടു കൂടിയാണ്. Soon a great awakening came over India. So with this as background, a great awakening, that is what is Renaissance, came over India. English education was mainly instrumental. It was mainly responsible in bringing about this Renaissance. ഈ ഒരു നവോത്ഥാനം, ഇന്ത്യയിലെ ഒരു പുതിയൊരു നവോത്ഥാനം, അത് ഉരുത്തിരിച്ചു കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഇംഗ്ലീഷ്. ഇംഗ്ലീഷായിരുന്നു അതിന് ഉത്തരവാദി. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് മെയിൻലി ഇൻസ്ട്രുമെൻ്റൽ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ദിസ് റെനസൻസ്. ദാറ്റ് ഈസ് വൈ സർ ജാദുനാഥ് സർക്കാർ ഡിസ്ക്രൈബ്സ് ഇന്ത്യൻ റെനസൻസ് ആസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദി ഇംഗ്ലീഷ്. ഇംഗ്ലീഷുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഈ ഇന്ത്യൻ നവോത്ഥാനം എന്ന് സർ ജാദുനാഥ് സർക്കാർ വിവരിച്ചു. That is why Sir Jadunath Sarkar describes Indian Renaissance as the best gift of the English, best gift of the English people, Britishers. K.M. Panikkar distinguishes four broad characteristics of the movement. This awakening
or this Renaissance has four broad characteristics according to K.M. Panikar. K.M. പണിക്കരുടെ അഭിപ്രായത്തിൽ, പണ്ഡിതനായ K.M. പണിക്കരുടെ അഭിപ്രായത്തിൽ K.M. പണിക്കർ distinguishes four broad characteristics or qualities or features of this movement. According to him, the Indian awakening was the work of thinking men at the top. He points out that the Indian awakening or the Indian Renaissance was the work of the thinking men at the top. വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഇടയിലെ ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ചിന്താശേഷിയുള്ള ആളുകളുടെ ഇടയിലെ പ്രവർത്തനം മൂലമാണ് ഇന്ത്യയിൽ നവോത്ഥാനം ഉണ്ടാകില്ല. താഴേക്കിടയിലുള്ള ആളുകളുടെ പ്രവർത്തനം മൂലമല്ല എന്ന് അസന്നിഗ്ധമായി K.M. പണിക്കർ പ്രസ്താവിക്കുന്നു. K.M. പണിക്കർ distinguishes four broad vast characteristics of the movement. According to him, the Indian awakening was the work of thinking men at the top. Secondly, the efforts of social reform always involved religious reform. ഒരു സോഷ്യൽ റിഫോം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു മതപരമായ പരിഷ്കാരം കൂടി അടങ്ങിയിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കരണത്തിൽ തീർച്ചയായിട്ടും മതപരമായ ഒരു പരിഷ്കരണം കൂടി ഇൻവോൾവ് ആകുന്നു. സെക്കൻഡ്ലി, ദി എഫർട്ട്സ് ഓഫ് സോഷ്യൽ റിഫോം ഓൾവേസ് ഇൻവോൾവ്ഡ് റിലീജിയസ് റിഫോം. തേർഡ്ലി, മൂന്നാമതായിട്ട് തേർഡ് എലിമെൻ്റ് ഓർ തേർഡ് ആസ്പെക്ട്, ദി ട്രാൻസ്ഫോർമേഷൻ വാസ് ദി റിസൾട്ട് ഓഫ് ആൻ അറ്റംപ്റ്റ് ടു അസിമുലേറ്റ് ദി ലേണിംഗ് ആൻഡ് തോട്ട് ഓഫ് ദി ബെസ്റ്റ്. ഈ ഒരു പുതിയൊരു നവോത്ഥാനം അല്ലെങ്കിൽ പുതിയൊരു എവേക്കനിങ്ങിൻ്റെ കാരണം ഇന്ത്യക്കാർ പാശ്ചാത്യ സംസ്കാരം, പാശ്ചാത്യ ചിന്തകൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. തേർഡ്ലി, ദി ട്രാൻസ്ഫോർമേഷൻ ഓർ ദി ചേഞ്ച്, ദിസ് ന്യൂ ചേഞ്ച് ഓർ ന്യൂ awakening was the result of an attempt to assimilate the learning means knowledge, and thought of the West. The fourth characteristic was that there was an emphasis on the growth of nationalism. The third aspect or the third element or third characteristic of this new movement or new awakening or the Renaissance in India was the emphasis it gave on the growth of nationalism. ഇത് ഈ പുതിയ awakening, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മൂലമുണ്ടായ പുതിയ awakening, അത് പുതിയൊരു ദേശീയതയ്ക്ക് ഊന്നൽ നൽകി, അതിൻ്റെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകി, അതിന് എംഫസിസ് കൊടുത്തു. The fourth characteristic was that there was an emphasis on the growth of nationalism. So, in this context, we cannot forget the efforts of Sri Rajaram Mohan Roy. Rajaram Mohan Roy set the tone of Indian Renaissance by acknowledging without any hesitation the virtues of Western learning. Rajaram Mohan Roy set the tone of Indian Renaissance by acknowledging or approving or endorsing without the least hesitation the virtues of Western learning. പാശ്ചാത്യ വിജ്ഞാനത്തിൻ്റെ നന്മകളെ അദ്ദേഹം യാതൊരു ഹെസിറ്റേഷനും ഇല്ലാതെ അംഗീകരിച്ചു എന്നുള്ളതാണ് രാജാറാം മോഹൻ റോയുടെ മഹത്വം. അതാണ് ഇന്ത്യൻ റെനസൻസിന് ഒരു പുതിയൊരു മാനം നൽകിയത്. He found that the English education would lead Indians to advance towards equality with Westerners. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നമ്മളും പാശ്ചാത്യരെ പോലെ അവരോടൊപ്പം അവരുടെ തുല്യരായി മാറും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. He found that the English education would lead Indians to advance towards equality with Westerners. Besides acquiring proficiency in English, ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടുന്നതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതായിരുന്നു? Besides acquiring proficiency with English, he made it one of his aims in life to spread the new Western knowledge. ഇന്ത്യയിലെമ്പാടും പുതിയ പാശ്ചാത്യ വിജ്ഞാനം പ്രചരിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അതുമാത്രമല്ല, എല്ലാവരും ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻസി നേടണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അഗാധമായി ആഗ്രഹിച്ചിരുന്നു. The leaders of the Brahma Samaj were also keen admirers of Western learning. ഇനി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപക നേതാക്കളും ഈ പാശ്ചാത്യ വിജ്ഞാനത്തിൻ്റെ മഹത്വം
അവർ അംഗീകരിച്ചിരുന്നു. അവർ പാശ്ചാത്യ വിജ്ഞാനത്തിൻ്റെ ആരാധകരായിരുന്നു. ദി ലീഡേഴ്സ് ഓഫ് ദി ബ്രഹ്മ സമാജ് വെയർ ഓൾസോ കീൻ അഡ്മയറേഴ്സ് ഓഫ് ദി വെസ്റ്റേൺ ലേണിംഗ്. ബൈ ദി മിഡിൽ ഓഫ് ദി 19th century, 19ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് മധ്യത്തോടു കൂടി തന്നെ, ബൈ ദി മിഡിൽ ഓഫ് ദി 19th century, the social revolt spread throughout India among the English educated men. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി ഒരു സാമൂഹ്യമായ വിപ്ലവം ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ ഉണ്ടായി. ബൈ ദി മിഡിൽ ഓഫ് ദി 19th century, the social revolt spread throughout among the English educated men in India. A new social reform movement started in Bengal for widow remarriage. വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടി ഒരു പുതിയ പ്രസ്ഥാനം തന്നെ ബംഗാളിൽ ഉടലെടുത്തു. A new social reform started in Bengal for widow remarriage. It soon spread to Western India. This idea of widow remarriage, this movement soon spread to Western India. പടിഞ്ഞാറൻ ഇന്ത്യയിലും ഇത് വ്യാപിച്ചു. ആൻഡ് ഇൻ 1866, in the year 1866, the Bombay Widow Remarriage Association, was formed by വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റ്. വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റ് എന്ന് പറയുന്ന ഹിന്ദു, അദ്ദേഹം ബോംബെയിൽ വിഡോ റീമാരേജ് അസോസിയേഷൻ, ഇതിൻ്റെ പേര് ബോംബെ വിഡോ റീമാരേജ് അസോസിയേഷൻ എന്നായിരുന്നു. 1866 അതിന് രൂപം നൽകി. ദി റിലിജിയോ സോഷ്യോ എവേക്കനിങ് ഡെവലപ്ഡ് ആൻഡ് ഓൾ ഇന്ത്യ നാഷണലിസം. ദ റിലിജിയോ സോഷ്യൽ എവേക്കനിങ് ഓർ സോഷ്യോ എവേക്കനിങ്, മതപരവും സാമൂഹികവുമായ ഈ ഒരു നവോത്ഥാനം ഡെവലപ്ഡ് ആൻഡ് ഓൾ ഇന്ത്യ നാഷണലിസം, ഇന്ത്യയിലുടനീളം ഒരു ദേശീയത വളർത്തിയെടുത്തു. ഹെൻറി ഡൊറോസിയോ ആൻഡ് മൈക്കിൾ മധുസൂദൻ ദത്ത് ഹാഡ് എ സൺ എക്സ്റ്റോളിംഗ് പാട്രിയറ്റിസം. ദി ഫസ്റ്റ് ഇൻഡോ ആംഗ്ലിയൻ പോയറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ഇംഗ്ലീഷിൽ കവിത എഴുതിയ ഹെൻറി ഡൊറോസിയോ, പിന്നീട് മൈക്കിൾ മധുസൂദൻ ദത്ത്, അവരുടെ ഗാനങ്ങളിലൂടെ അവർ സ്വരാജ്യ സ്നേഹത്തെ പാടി പുകഴ്ത്തി. They sung songs extolling or praising patriotism. Derosio's sonnets, The Harp of India, it is a poem you have studied in your degree class. Derosio's sonnets, The Harp of India, and To India, My Native Land. രണ്ടാമത്തെ ഒരു സോണറ്റ്, To India, My Native Land. And Madhusudan Das, King Porus, A Legend of Old. പോറസ് രാജാവ്, എ ലെജൻഡ് ഓഫ് ഓൾഡ്, പോറസ് രാജാവിനെ കുറിച്ചുള്ള കവിത. ഈ മൂന്ന് കവിതകളിലും, ഈ മൂന്ന് കവിതകളിലൂടെയും ഈ കവികൾ ചെയ്തത് ദേ ഗ്ലോറിഫൈഡ് പാട്രിയറ്റിസം ആൻഡ് നാഷണലിസം. ത്രൂ ദീസ് പോയംസ് ഹെൻറി ഡൊറോസിയോ ആൻഡ് മധുസൂദൻ ദത്ത് glorified patriotism and nationalism. സരോജിനി നായിഡൂസ് എവേക്ക്, സരോജിനി നായിഡുവിൻ്റെ കവിത എവേക്ക് എന്ന് പറയുന്ന കവിത, ഇറ്റ് ഇസ് എ ക്ലിയർ എവിഡൻസ് ഓഫ് ദി സെക്യുലർ നാഷണൽ കോൺഷ്യസ്നെസ്. സെക്യുലർ മതേതര ദേശീയ എവേക്കനിങ്ങിൻ്റെ, ദേശീയ റെണസൻസിൻ്റെ അല്ലെങ്കിൽ ദേശീയ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സരോജിനി നായിഡുവിൻ്റെ എവേക്ക്. ദേശീയതയെ പാടി പുകഴ്ത്തുന്ന, പാട്രിയറ്റിസത്തെ പുകഴ്ത്തുന്ന ഒരു കവിതയാണ് എവേക്ക്. Sarojini Naidu's Awake is a clear evidence of the secular national consciousness, national awareness. That is what is a sense of nationalism. Sense of nationalism or national awareness is the motive force behind K.S. Venkataramani's Murugan the Tiller and Kandan the Patriot. K.S. വെങ്കടരമണിയുടെ മുരുകൻ ദി ടില്ലർ, കൂലിവേലക്കാരനായ മുരുകൻ, ആൻഡ് കന്ദൻ ദി പാട്രിയറ്റ്, സ്വരാജ്യ സ്നേഹിയായ കന്ദൻ. അപ്പം ഈ കവിതകൾ എന്ന് പറയുന്നത് അതിൻ്റെ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നാഷണൽ അവെയർനെസ്സാണ്,
അല്ലെങ്കിൽ സെൻസ് ഓഫ് നാഷണലിസമാണ്. നാഷണൽ അവയർനെസ് ഈസ് ദി മോട്ടീവ് ഫോഴ്സ് ബിഹൈൻഡ് KS Venkataramanis Murugan the Tiller and Kandan the Patriots. By 1885, the concept of nationalism was based on political and economic aspirations for the future. 1885 ആയപ്പോഴത്തേക്കും ദേശീയത എന്ന് പറഞ്ഞാൽ അതായത് ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആസ്പിറേഷൻസ്, അഭിവാഞ്ചകൾ, അതിനെ അടിസ്ഥാനമാക്കിയായി നമുക്ക് സ്വാതന്ത്ര്യം നേടണം. വി ഹാവ് ടു ഫ്രീ അവർ മദർലാൻഡ് ഫ്രം ദി ബോൺസ് ഓഫ് ദി വെസ്റ്റേണേഴ്സ്. വി ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ദി കൊളോണിയലിസം ഇൻ ഇന്ത്യ. അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് ആൻഡ് ഇക്കോണമിക് ആസ്പിറേഷൻസ്, സാമ്പത്തികമായ സ്വയം പര്യാപ്തത നമുക്ക് നേടിയെടുക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നാഷണലിസ്റ്റിലേക്ക് 1885 ആയപ്പോഴത്തേക്കും ഇന്ത്യ കടന്നു വന്നു. ബൈ 1885 ദി concept of nationalism was based on political and economic aspirations for the future. The propagation of ideas connected with these aspirations, these political and economic aspirations, the propagation or spreading the campaigns of the ideas connected with these aspirations, the political and economic aspirations for the future development, was carried out among the English educated people all over India. ആ ഒരു പ്രൊപ്പഗേഷൻ, ഒരു സ്പ്രെഡിങ്, ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് പഠിച്ച, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളുകൾക്കിടയിലാണ് ഇതൊരു ക്യാമ്പയിനായി മാറിയത്. This became a campaign among the English educated people all over India. The propagation of ideas connected with these aspirations was carried out among the English educated people all over India. The leaders of the National Congress, the time the leaders of the National Congress worked in harmony with their British associations. The leaders of the National Congress worked in harmony with their British association. In this way, they were able to study English history with its account of Magna Carta. അങ്ങനെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലെ സജീവമായി പ്രവർത്തിച്ച നേതാക്കന്മാർക്ക് they could understand, they could make out, they could learn what all things, എന്തെല്ലാം കാര്യങ്ങളാണ്. In this way, they were able to study English history with its account of Magna Carta. ജോൺ രാജാവിനെ കൊണ്ട് നിർബന്ധമായി ഒപ്പുവെപ്പിച്ച മാഗ്ന കാർട്ട മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആൻഡ് ദ റൈസ് ഓഫ് ദി പാർലമെൻറ്റ്, 19ാം നൂറ്റാണ്ടിലുണ്ടായ പാർലമെൻറ്റിൻ്റെ ഉയർച്ച, ആൻഡ് ദി ബിൽ ഓഫ് റൈറ്റ്സ് എനാക്റ്റഡ് ഇൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഇതെല്ലാം മനസ്സിലായി. അങ്ങനെ പൗരന്മാരുടെ അവകാശം, ഒരു സിവിക് റൈറ്റ്, ഒരു സിവിക് സെൻസ് മനസ്സിലാക്കാനും അത് ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുവാനും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് സാധിച്ചു. It is therefore legitimate to suggest that the Indian nationalism was a product of English education. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മുടെ ദേശീയത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നിന്നും ഉദയം ചെയ്തതാണ്, അതിൽ നിന്നുണ്ടായതാണെന്ന് പറയുന്നതാണ് ശരി. It is legitimate to suggest that the Indian nationalism was a product of English education. It helped the Indian leaders to assimilate the Western political ideas and ideals. You know, the English education helped the Indian political leaders to assimilate or comprehend or understand the Western political ideas and ideals. Thus, in brief, we can say that English education laid the foundation of nationalism and Renaissance in India.